മിശിഹായിൽ അനുഗ്രഹീതരായവരെ, ദിവ്യകാരുണ്യ ഈശോയെ ദിവസം നിങ്ങളെല്ലാവരെയും സമർത്ഥമായി അനുഗ്രഹിക്കുകയും അവിടുത്തെ കൃപകൾ കൊണ്ടും അനുഗ്രഹങ്ങൾ കൊണ്ടും നിങ്ങളെ ഓരോരുത്തരെയും നിറയ്ക്കുകയും ചെയ്യട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. വിശുദ്ധ മത്തായിയുടെ സുവിശേഷത്തിന്റെ 22-ാമത്തെ അധ്യായത്തിന്റെ 1 മുതൽ 14 വരെയുള്ള തിരുവചന ഭാഗങ്ങളില് ഒരുവൻ സദ്യയെ ഒരുക്കിയിട്ട് വിവാഹത്തിന് ക്ഷണിക്കപ്പെട്ടവരെ കൂട്ടിക്കൊണ്ടുവരുവാനായിട്ട് ഭൃത്യന്മാരെ അയക്കുകയാണ്. അപ്പോൾ ക്ഷണിക്കപ്പെട്ടവര് പലവിധ കാര്യങ്ങൾക്കായിട്ട് പോകുന്നു. ഈ മനുഷ്യൻ ഇവരെല്ലാം വധിച്ചു കളയുന്നു. അതിനുശേഷം വഴിയരിയിലും മറ്റു പല സ്ഥലങ്ങളിലുമായിട്ട് നിൽക്കുന്നവരെ കൂട്ടിക്കൊണ്ടുവരാൻ പറയുകയാണ്. അവരെയൊക്കെ കൂട്ടിക്കൊണ്ടുവരുന്നു. ഒരുവൻ മാത്രം വിവാഹ വസ്ത്രം ധരിക്കാൻ നിൽക്കുകയാണ്. അവനെയും അവിടുന്ന് പുറന്തള്ളുകയാണ്. പ്രിയപ്പെട്ടവരെ, ഈശോ ഈ ഉപമ നമ്മെ പഠിപ്പിക്കുന്നത് സ്വർഗരാജ്യത്തോട് ഉപമിച്ചുകൊണ്ടാണ്. സ്വർഗരാജ്യം വിവാഹ വിരുന്നിന് ക്ഷണിക്കപ്പെട്ടവരെ വിളിക്കാനായിട്ട് അയച്ച ഭൃത്തിന് സദൃശ്യമെന്നാണ്. തന്റെ പുത്രന്റെ വിവാഹത്തിന് വേണ്ടി വിരുന്നൊരുക്കിയ രാജാവ് ക്ഷണിക്കപ്പെട്ടവരെ വിളിക്കാനായിട്ട് അയക്കുമ്പോൾ അവരൊന്നും വരുന്നില്ല. അവർക്കതിലൂടെ നാശം അവരുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നു. ക്ഷണിക്കപ്പെടാത്തവരൊക്കെ കടന്നു വരുമ്പോൾ അതിൽ ഒരുത്തൻ വിവാഹവസ്ത്രം ധരിക്കാതെ വരുന്നു. അവന്റെയും ജീവിതം നാശത്തിലേക്ക് പോവുകയാണ്. നമ്മുടെ ജീവിതവുമായിട്ട് ഏറെ ബന്ധപ്പെട്ട ഒരു സുവിശേഷ ഭാഗം ഇത്. നമ്മളെല്ലാം വിളിക്കപ്പെട്ടവരാണ്. ദൈവം തന്റെ ഉന്നതമായ വിളി, അത് കുടുംബജീവിതത്തിലേക്കായാലും സമർപ്പണ ജീവിതത്തിലേക്കായാലും നൽകി വിളിച്ചിരിക്കുന്നവരാണ്. ഈ വിളിയുടെ മഹത്വത്തിനനുസരിച്ചുള്ള കൃപയും ദൈവം നമുക്ക് തന്നിട്ടുണ്ട്. ഈ വിളി ജീവിതം എങ്ങനെ ജീവിക്കണോ അതിനു വേണ്ടുന്ന അനുഗ്രഹങ്ങളും ദൈവം നമുക്ക് തരുന്നുണ്ട്. ഈ ജീവിതത്തിന് വേണ്ട അനുഗ്രഹങ്ങൾ നമ്മൾ ഓരോരുത്തരും സ്വീകരിക്കണമെങ്കിൽ പ്രിയപ്പെട്ടവരെ, വിളിച്ചവനോടൊത്തായിരിക്കണമെന്നുള്ള തിരുവചന ഭാഗം നമ്മൾ മനസ്സിലാക്കണം. നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ നമ്മൾ ദൈവത്തോട് ചേർന്ന് നിൽക്കുന്നത് നമ്മുടെ ഇഷ്ടങ്ങൾക്കനുസരിച്ച് നമ്മൾ നയിക്കപ്പെടുന്നവരാണോ പോകുന്നവരാണോ? നമ്മൾ പ്രവർത്തിക്കുന്ന നമ്മുടെ ഇഷ്ടങ്ങൾക്കനുസരിച്ചാണ്. ദൈവത്തിന്റെ ഇഷ്ടത്തിനനുസരിച്ച് പ്രവർത്തിക്കുന്നവരാണ് നമ്മളെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹമുണ്ട്. ഇല്ലെങ്കിൽ നാശത്തിന്റെ വഴിയിലൂടെ നമ്മളൊക്കെ കടന്നു പോകേണ്ടി വരും. അതുപോലെ തന്നെ വിശുദ്ധിയുടെ അനശ്വര വസ്ത്രം ധരിക്കാത്തവർക്കൊന്നും ദൈവാനുഗ്രഹം സ്വീകരിക്കുവാനായിട്ട് സാധിക്കുകയില്ല. വിവാഹ വിരുന്നിലേക്ക് കടന്നു വരുന്ന ഒരുത്തൻ അവൻ വിവാഹ വസ്ത്രം ധരിക്കാത്തത് കൊണ്ടാണ് പുറന്തള്ളപ്പെട്ടത്. അങ്ങനെയെങ്കിൽ നമ്മുടെയൊക്കെ ജീവിതത്തിൽ വിശുദ്ധിയാകുന്ന അനശ്വര വസ്ത്രം ഉണ്ടായിരിക്കണം. ദൈവ അനുഗ്രഹവും ദൈവകൃപയും സ്വീകരിക്കണമെങ്കിൽ ദൈവാനുഗ്രഹത്തിന് വേണ്ടത് ദൈവത്തോട് ചേർന്ന് നിൽക്കുക എന്നുള്ളതും ദൈവത്തിനോട് ചേർന്ന് നിൽക്കേണ്ടത് വിശുദ്ധിയിലൂടെയാണ് എന്നുള്ളതുമാണ്. വിശുദ്ധി നമ്മുടെ ജീവിതത്തിൽ ഒഴിവാക്കരുത്. പ്രാർത്ഥനയിൽ ദൈവത്തോട് ചേർന്ന് നിൽക്കുക, ദൈവത്തിൽ നിന്ന് അകന്നു പോകരുത്. കരങ്ങളെ യാചനയോട് പിടിച്ച് നമ്മുടെ ജീവിതത്തെ, ഈ ദിവസത്തെ എല്ലാ കാര്യങ്ങളെയും ഈശോയ്ക്ക് കൊടുത്ത് നമുക്ക് സ്തുതിക്കാം. ഹല്ലേലൂയ. ഈശോയെ നന്ദി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവ്, ഈശോയെ മക്കളെ ഓരോരുത്തരെയും സമർപ്പിക്കുന്നവരെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുകയും ആശീർവദിക്കുകയും ചെയ്യണമേ. ഇവരുടെ ജീവിതങ്ങളിലേക്ക്, ഇവരുടെ അധ്വാനങ്ങളിലേക്ക്, ഇവരുടെ നൊമ്പരങ്ങളിലേക്ക്, ഇവരുടെ കഷ്ടപ്പാടുകളിലേക്ക് അങ്ങ് ഇറങ്ങിച്ചെല്ലണമേ. ഇവരെ ഓരോരുത്തരെയും സഹായിക്കുകയും സംരക്ഷിക്കുകയും ചെയ്യണമേ. ഈ ദിവസം ഈ ദിവികാരുണ്യത്താൽ ഇവർ ആശീർവദിക്കപ്പെടുമ്പോൾ ഇവരിൽ നിന്ന്, ഇവരുടെ ഭവനങ്ങളിൽ നിന്ന്, ഇവരുടെ അധ്വാന മേഖലകളിൽ നിന്ന് എല്ലാ തിന്മകളും ബന്ധനങ്ങളും കെട്ടുകളും പിശാചിന്റെ ഉപദ്രവങ്ങളും നാരകീയ ശക്തികളും പൈശാചിക ശക്തികളും നിർവീര്യമായി തീരട്ടെ എന്ന് കൽപ്പിക്കുന്നു. അന്ധകാര ശക്തികൾ വിട്ടുപോകട്ടെ എന്ന് കൽപ്പിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായി സർവേശ്വരായ എന്നേക്കും ആമേൻ.